ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പിന്തുണച്ച് LDF മേയർ MK വർഗീസ് രംഗത്ത്. തൃശൂരിന്റെ MP ആവാൻ സുരേഷ് ഗോപി ഫിറ്റ് ആണെന്ന് MK വർഗീസ് പറഞ്ഞു. സുരേഷ് ഗോപി കോർപ്പറേഷന് വേണ്ടി പ്രഖ്യാപിച്ച പണം തന്നു, എന്നാൽ മറ്റുള്ളവർ വാഗ്ദാനം മാത്രമാണ് നൽകിയതെന്നും മേയർ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നയാളാണ് സുരേഷ് ഗോപിയെന്നും മേയർ കൂട്ടിച്ചേർത്തു. തൃശ്ശൂർ ഇപ്പോൾ ആളാണ് കൂടി ഉണ്ടല്ലോ. ഓക്കെ മീൻസ് ആള് ഫിറ്റാണ്, നോ പ്രോബ്ലം. MP ആള് ഫിറ്റാണ്. യെസ്, വൈ നോട്ട്? അതാണ് ആൾ നിൽക്കുന്നത്. ആൾക്കറിയാം ഐ എം ഫിറ്റ് എന്നുള്ള ആൾ മനസ്സിലാക്കിക്കൊണ്ട് ആളിവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. MP ആവുക എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്നൊരു സംഭവമല്ല. അതിന് കുറേ ക്വാളിറ്റികൾ ഉണ്ടാവണം. ജനം മനസ്സിനകത്ത് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ജനങ്ങളുടെ കൂടെ നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയുള്ളവരാണല്ലോ സ്വതവേ നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത്. അത് ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് ആളതിന് ഫിറ്റാണ്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, സുരേഷ് ഗോപി വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയ സമയത്താണ് മേയറുടെ ഈ പരാമർശങ്ങൾ. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സ്വതന്ത്രനാണ്, എൻ്റേത് സ്വതന്ത്ര നിലപാടാണെന്ന്. പക്ഷേ ഇടതുമുന്നണിയുടെ പിന്തുണയോടെ ഒരു കോർപ്പറേഷൻ മേയറായി തുടരുന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് സുരേഷ് ഗോപി ഫിറ്റാണ്, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നയാളാണ്, കോർപ്പറേഷൻ അദ്ദേഹം മറ്റുള്ളവർ വാഗ്ദാനം നൽകിയപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു തന്നു, അങ്ങനെ ആ സ്ഥാനാർത്ഥിയെ എൻഡോസ് ചെയ്യുന്ന മട്ടിൽ സംസാരിക്കാൻ കഴിയുന്നത്? അക്കാര്യത്തിൽ CPM-നൊക്കെ വലിയ എതിർപ്പ് കാണുമല്ലോ അല്ലേ മേയറോട്? തീർച്ചയായും വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത എതിർപ്പ് അത് CPM-നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമയം നമ്മളോടൊപ്പം ഈ ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനൊപ്പം നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഈ മേയറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം വരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ CPM നേതാക്കളുമായെല്ലാം സംസാരിച്ചു. കടുത്ത അമർഷം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് സുരേഷ് ഗോപി എത്തിയിരുന്നു. സുരേഷ് ഗോപി എത്തി ഇവിടുത്തെ ജീവനക്കാരോടും അതുപോലെ തന്നെ ഈ കൗൺസിലർമാരോടും ഉൾപ്പെടെ വോട്ട് തേടിയിരുന്നു. ആ സമയത്താണ് മേയർ ഇത്തരത്തിൽ ഒരു പ്രതികരണം മാധ്യമപ്രവർത്തകരോടായി നടത്തുന്നത്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ളതായിരുന്നു ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നത്. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത് താൻ സ്വതന്ത്രനാണ്. ആ സ്വതന്ത്രൻ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. സ്വതന്ത്ര കൗൺസിലറാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശമുണ്ട്, വികസനത്തിനായിരിക്കും തൻ്റെ വോട്ട് എന്നുള്ളതായിരുന്നു മേയർ പറഞ്ഞിരുന്നത്. വികസനം അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും വോട്ട് ചെയ്യുക എന്നുള്ളതാണ് മേയർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ MP ആവാൻ എന്തുകൊണ്ടും ഫിറ്റാണ് സുരേഷ് ഗോപി എന്നും അദ്ദേഹം പറയുന്നു. നേരത്തെ ഈ കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി ഈ സുരേഷ് ഗോപിയോട് പലപ്പോഴും ഈ ഫണ്ട് ചോദിച്ചിരുന്നു. ആ സമയത്ത് കൃത്യമായും ഫണ്ട് നൽകിയ ആളാണ് സുരേഷ് ഗോപി. മറ്റുള്ളവരാകട്ടെ വാഗ്ദാനങ്ങൾ മാത്രമാണ്. കാരണം ഈ മേയറുടെ കാലത്ത് തന്നെ മന്ത്രിയായിരുന്ന ആളാണ് VS സുനിൽകുമാറായി LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന VS സുനിൽകുമാർ. നിലവിലെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിനാണ് ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച്. അങ്ങനെ നിലവിലുള്ളവർ എല്ലാവരും വാഗ്ദാനങ്ങൾ നൽകിയത് മാത്രമാണ് എന്ന് മേയർ പറയുന്നു. അങ്ങനെ ഇടതുമുന്നണിയെ തീർത്തും വെട്ടിലാക്കുന്ന ഒരു മറുപടിയാണ് മേയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മളിപ്പോഴും ഈ മേയറുടെ ചേംബറിന് മുന്നിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തോട് ഒരു പ്രതികരണം കൂടി ഈ വിഷയത്തിൽ, അതായത് ഇടത് ക്യാമ്പിന്റെ അടക്കം പ്രത്യേകിച്ച് CPM-നടക്കം വലിയ അതൃപ്തി ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. അല്പസമയത്തിനകം തന്നെ മേയർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് CPM-ന് ഉൾപ്പെടെയുള്ള ഈ അതൃപ്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം തന്നെ പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായുള്ള PK ഷാജിൻ അടക്കമുള്ളവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരെല്ലാവരും തന്നെ കടുത്ത അതൃപ്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. നേരത്തെയും, അതായത് ഈ മേയർ അധികാരം ഏറ്റെടുത്തത് മുതൽ തന്നെ പലപ്പോഴും CPM-നെ വെട്ടിലാക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മേയറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയിലേക്ക് കൊണ്ടുപോകും. കാരണം എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് വിവാദങ്ങളിലേക്ക് പോകാതെ സ്ഥാനാർത്ഥികളടക്കം ശ്രദ്ധയോടുകൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി LDF മുന്നോട്ട് പോകുന്ന സമയത്താണ് LDF-ന്റെ ഭാഗമായി നിൽക്കുന്ന മേയറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. അത് CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം അത് സമ്മാനിക്കും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മേയർ സജീവമായിരുന്നില്ല. ഇപ്പോൾ VS സുനിൽകുമാറിന്റെ പ്രചാരണ പരിപാടികളിലും ഒക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ? എൻ്റേത് സ്വതന്ത്ര ചിന്തയോടെയായിരുന്നു ഞാൻ വോട്ട് ചെയ്യാൻ പോവുക എന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുക, പ്രചാരണത്തിന് പോവുക, അതിനുശേഷം സ്വതന്ത്ര ചിന്തയോടെ വോട്ട് ചെയ്യും എന്ന് പറയുക. സുരേഷ് ഗോപി മിടുക്കനാണ്, മികച്ച സ്ഥാനാർത്ഥിയാണ്, കോർപ്പറേഷന് അദ്ദേഹം വലിയ സഹായങ്ങൾ ചെയ്തു എന്ന് എൻഡോസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയായിരിക്കും ഇടതുമുന്നണിക്ക് ഈ ഘട്ടത്തിൽ ഇനി എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഈ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഇങ്ങനൊരു മേയറെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക?
വിജയകുമാർ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് പോയേക്കും എന്നുള്ളത് തന്നെയാണ് CPM-മായി സംസാരിക്കുമ്പോൾ പറയുന്നത്. CPM-ന്റെ മുതിർന്ന നേതാക്കളുമായി ഈ വിഷയത്തിൽ സംസാരിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഈ മേയറുമായി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് CPM കേന്ദ്രങ്ങളുമായി അവർ സംസാരിക്കുമ്പോൾ പറയുന്നത്. മേയറെ ഈ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെയും പലകുറി CPM ചർച്ച ചെയ്തായിരുന്നു. കാരണം 2.5 വർഷമായിരുന്നു ഈ മേയർക്ക് ഈ പരിധി CPM വച്ചിരുന്നത്. പക്ഷേ ഈ 2.5 വർഷത്തിന് ശേഷം മേയർ ഒഴിയില്ല എന്ന് CPM-നെ അറിയിച്ചു. തുടർന്ന് ഒരു അനുനയ നീക്കം എന്ന നിലയിൽ തുടരാൻ അനുമതി നൽകുകയായിരുന്നു. പക്ഷേ ഇതിനിടയിലെല്ലാം മാറ്റാൻ CPM ഒരു ശ്രമം നടത്തിയപ്പോഴെല്ലാം മേയർ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അപ്പുറത്തേക്ക്, അതായത് ഒരു സീറ്റിന്റെ ബലത്തിൽ മാത്രമാണ് ഇവിടെ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് LDF. അതുകൊണ്ട് തന്നെ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കും എന്നൊരു ഭീഷണിയിലേക്ക് മേയർ പോയി. അതുകൊണ്ട് തന്നെ ഈ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടുള്ള ഒരു ഇടത് ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും മേയർ ഇത്തരമുള്ള പ്രതികരണങ്ങളിലേക്ക് പോകുമ്പോൾ CPM-നെ സംബന്ധിച്ച് അതിൽ ഒരു തുറന്ന നിലപാട് അല്ലെങ്കിൽ ഉറച്ച നിലപാട് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായ പ്രതികരണം അതൊരിക്കലും CPM അല്ലെങ്കിൽ ഇടതുമുന്നണി വില കുറച്ച് കാണും, അല്ലെങ്കിൽ ഈ തവണ അതൊരു അനുനയത്തിലേക്ക് പോകും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഇന്ന് ഇടതു നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് ഇതിലും ഭേദം, അതായത് ഈ വാചകമാണ് അവർ ഉപയോഗിക്കുന്നത്, ഇതിലും ഭേദം ഈ മേയർ പുറത്തേക്ക് പോകുന്നതാണ്, കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച് പുറത്തേക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കാരണം ഏറ്റവും ക്രൂഷ്യലായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഇടതുമുന്നണി പ്രത്യേകിച്ച് LDF ഏറ്റവും അധികം വിജയപ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിലാണ് ഇടതുമുന്നണി നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷൻ ഭരണത്തിന്റെ അമരക്കാരനായിട്ടുള്ള മേയർ തന്നെ NDA സ്ഥാനാർത്ഥിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ എത്തി മേയറെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപി എന്തുകൊണ്ടും MP ആവാൻ ഫിറ്റ് ആയിട്ടുള്ള ആളാണ്, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്, കോർപ്പറേഷന്റെ വികസന പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് ചോദിച്ച സമയത്ത് ആ ഫണ്ട് തന്ന ആളാണ്, മറ്റു ചിലർ ഈ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മുന്നണിയിൽപ്പെട്ടയാളെയും അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സിറ്റിംഗ് MP അടക്കം വെട്ടിലാക്കുന്ന ഒരു മറുപടി. എന്തായാലും CPM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മേയറുടെ പ്രസ്താവന അത് വലിയ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്നതാണ്. വിജയകുമാർ, തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പിന്തുണച്ചാണ് LDF പിന്തുണയുള്ള MK വർഗീസ് മേയർ രംഗത്ത് വന്നത്. തൃശ്ശൂരിൻ്റെ MP ആവാൻ അദ്ദേഹം യോഗ്യനാണ്. സുരേഷ് ഗോപി കോർപ്പറേഷന് പ്രഖ്യാപിച്ച പണം തന്നു, മറ്റുള്ളവർ വാഗ്ദാനം മാത്രമാണ് നൽകിയത്. ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നയാളാണ് സുരേഷ് ഗോപി. അങ്ങനെ പ്രശംസാ വാക്കുകൾ കൊണ്ട് സുരേഷ് ഗോപിയെ മൂടുകയായിരുന്നു മേയർ. ഇന്ന് സുരേഷ് ഗോപി നേരിട്ട് അദ്ദേഹത്തെ വോട്ട് അഭ്യർത്ഥിച്ച് കണ്ട ആ ഘട്ടത്തിലാണ് മാധ്യമങ്ങളോട് സുരേഷ് ഗോപിയെ പിന്തുണച്ച് മേയർ ഒരു നിലപാടെടുത്തത്. ഇടതുമുന്നണിക്ക് CPM-ന് കടുത്ത വിയോജിപ്പുണ്ട്. ഇക്കാര്യത്തിൽ എന്തായിരിക്കും അടുത്ത നീക്കങ്ങൾ എന്നത് വരുന്ന മണിക്കൂറുകളിലായിരിക്കും മുന്നണി നേതൃത്വം വ്യക്തമാക്കുക. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി. സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് ലഭിക്കേണ്ടതാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തടയണമെന്ന ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. അതിജീവിതയുടെ മറ്റ് ആവശ്യങ്ങളിൽ മെയ് 30-നായിരിക്കും കോടതി വിശദമായി വാദം കേൾക്കുന്നത്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ദിലീപിൻ്റെ ആവശ്യങ്ങളൊന്നും കോടതി അനുവദിച്ചില്ല. തന്നെയുമല്ല, ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ട് അതിലെ ചില ജുഡീഷ്യൽ ഓഫീസർമാരുടെ പേര് പറയുന്നത് കൊണ്ട് അതൊരു രഹസ്യരേഖയാക്കി വെക്കണം എന്ന നിലപാടും കോടതി തള്ളി. ഇതിനോടകം അതിലെ ഉള്ളടക്കം പുറത്തു വന്നതാണെങ്കിൽ പോലും അക്കാര്യത്തിൽ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നല്ലേ വ്യക്തമാകുന്നത്, അല്ലേ? ഈ അതിജീവിതയുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിങ്ങനെയാണ്: സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് ലഭിക്കേണ്ടതാണെന്നും അതിജീവിതയുടെ ആവശ്യം നിലനിൽക്കുമെന്നും ഹൈക്കോടതി ഇന്ന് നിരീക്ഷിക്കുകയുണ്ടായി. അതിജീവിതയുടെ ആവശ്യം നിരസിക്കാൻ കാരണങ്ങളില്ലെന്ന് പറഞ്ഞ ജസ്റ്റിസ് K ബാബു മറ്റ് ആവശ്യങ്ങളിന്മേൽ മെയ് 30-ന് വാദം കേൾക്കാമെന്നും അറിയിച്ചു. കോടതി മധ്യവേനൽ അവധിക്ക് പിരിയുകയാണ്, അതിനാലാണ് അങ്ങനെ നീട്ടിവെച്ചത്. ഇതിനിടെ ഈ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് 8ാം പ്രതി കൂടിയായ ദിലീപ് കോടതിയെ അറിയിക്കുകയുണ്ടായി. എന്നാൽ ദിലീപിന്റെ വാദം ഹൈക്കോടതി തള്ളി. വസ്തുതാന്വേഷണ റിപ്പോർട്ട് രഹസ്യ റിപ്പോർട്ടല്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ എല്ലാ തെളിവുകളും ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലെ സാക്ഷിമൊഴികൾ അടക്കമുള്ളവ ഈ അതിജീവിതയ്ക്ക് നൽകണം എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. പൂർണ്ണമായും അതിജീവിതയ്ക്ക് അനുകൂലമായൊരു തീരുമാനം ഇന്ന് കോടതിയിൽ നിന്നും വന്നു. ബാക്കി ഈ റിപ്പോർട്ട് റദ്ദാക്കണം, IG തലത്തിലുള്ള ഉദ്യോഗസ്ഥന് ഈ കേസ് അന്വേഷിക്കണം എന്നീ ആവശ്യങ്ങൾ ഉണ്ട് അതിജീവിതയുടേതായി. അത് മെയ് 30-ന് പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്.
യെസ്, അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തടയണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി തള്ളി. അതിജീവിതയ്ക്ക് ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ, റിപ്പോർട്ട് അതിൻ്റെ സാക്ഷിമൊഴികളടക്കം കൈമാറാനും ദിലീപിന്റെ എതിർപ്പ് നിരാകരിച്ചുകൊണ്ട് കോടതി ഉത്തരവിടുകയും ചെയ്തു. മറ്റാവശ്യങ്ങളിൽ മെയ് 30 കോടതി വിശദമായി വാദം കേൾക്കും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പുറത്തെത്തിക്കാനായില്ല. സ്ഥലമുടമ മണ്ണുമാന്തി യന്ത്രം കടത്തിവിടാത്തതിനാൽ രക്ഷാദൗത്യം പ്രതിസന്ധിയിലാണ്. ശരീരമാസകലം പരുക്കേറ്റ ആന സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ആനയെ കരയ്ക്കെത്തിച്ചാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെ തുടർ നടപടികൾ സ്വീകരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധവും തുടരുകയാണ്. രാവിലെ ഒന്നും ആനയ്ക്ക് കുഴപ്പമുണ്ടായില്ല. ഇപ്പോൾ ആളുകൾ ഈ പോലെ പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി ആനയ്ക്ക് മുഴുവനായിട്ട് ഇടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിട്ട് തലയ്ക്കൊക്കെ നല്ല മുറിവുണ്ട്. ഇത് എത്ര നേരം എൻ്റെ അത് കിടക്കുമെന്ന് അറിയാൻ പാടില്ല. ഇത് ആദ്യം സൗകര്യം തന്നിട്ട് ഇവിടെ നമ്മൾ വണ്ടി ഇറക്കും. രണ്ടാമത് പറയുന്നത് ഈ സാധനം ഇത് ഏറ്റവും ഡേഞ്ചർ ആനയാണ്. ഇത് നാളെ ഒരു മനുഷ്യനെ കൊല്ലാൻ അത്രയ്ക്ക് സ്ഥിരം ശല്യക്കാരാണ്. അപ്പം നമുക്ക് ഇവനെ മയക്കുപടി വെച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ ഒഴിവാക്കണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ആവശ്യം. കാരണം ഇത് നാളെ ആരെയും എന്ത് വിലും സംഭവിക്കാവുന്ന ഒരു സാധ്യതയുള്ള ആനയാണ്. കാരണം ഇത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന ആനയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഈ സാധനത്തെ ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോയേ പറ്റുള്ളൂ. ആനയെ മയക്കുവെടി വെച്ച് മാറ്റണമെന്ന് എൽദോസ് കുന്നപ്പള്ളി MLA ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് ആനയെ പിടിച്ച് ഇവിടുന്ന് തുരുത്തി ഓടിച്ചാൽ ആന ഇവിടുന്ന് പോകത്തില്ല. അത് മാത്രമല്ല അക്രമാസക്തമായിട്ടുള്ള ആനയാണെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അപ്പൊ ഈ ആനയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുത്തി മയക്കുവെടി വെച്ചതിന് ശേഷം ആനയെ കൊണ്ടുപോയി ചികിത്സ നടത്തി അത് ഏറ്റവും കാട്ടിൽ കൊണ്ടുപോയി തിരിച്ചയക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിവിധി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട RDO ഇപ്പോൾ കളക്ടറുമായി സംസാരിക്കുന്നുണ്ട്. അധികം വൈകാതെ 144 ഇവിടെ പ്രഖ്യാപിക്കും. ആളുകൾ കൂടി നിൽക്കുന്നത് ആനയെ കൊണ്ടുപോകാനും മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നതുകൊണ്ട് ഉടൻ തന്നെ 144 പ്രഖ്യാപിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോകും. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കോതമംഗലത്ത് നിന്ന്. വിഷ്ണു, ആനയെ കരകയറ്റാനുള്ള വനം വകുപ്പിന്റെ ശ്രമങ്ങൾ, വനം വകുപ്പ് ഇതുവരെ കാര്യമായി ശ്രമിച്ചിട്ടില്ല. അവിടെ നിരീക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രദേശവാസികളുടെ എതിർപ്പ് അവഗണിച്ച് രക്ഷാദൗത്യം നടത്താൻ കഴിയുന്നില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താണ് പുതിയ വിവരം? തുടർ നടപടികൾ ഉണ്ടാകുമോ? കുറേ മണിക്കൂറുകളായല്ലോ ഈ ഒരേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് ആ മേഖല. വിജയകുമാർ, ഏകദേശം 10 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ മേഖലയിൽ ആന കിണറ്റിൽ വീണെത്തുക. പക്ഷേ വനംവകുപ്പ് കാര്യമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ നിരീക്ഷണം തുടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നാട്ടുകാരുടെ പ്രതിഷേധം തന്നെയാണ്. നാട്ടുകാരുടെ ഒരു സ്വാഭാവികമായ പ്രതിഷേധമാണ്. കാരണം കഴിഞ്ഞ കുറെ തവണയായി ഇത്തരത്തിൽ തങ്ങൾ വലിയ രീതിയിലുള്ള ഈ ആന പ്രശ്നം നേരിടുന്നുവെന്ന് വനംവകുപ്പിനെ നിരന്തരം അറിയിച്ചിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാട് നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല. അതിൽ നിന്നുള്ള സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ് നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പ്രദേശത്ത് 7 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എന്നിട്ട് പോലും വനംവകുപ്പ് ഇങ്ങോട്ടേക്ക് എത്തി ഫെൻസിംഗ് സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ ഫെൻസിംഗ് വെക്കുന്നതിനൊന്നും ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴും വനംവകുപ്പ് നിസ്സംഗത പുലർത്തി. അതിൽ നിന്നുണ്ടായ നാട്ടുകാരുടെ ഒരു സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശങ്ങളൊക്കെ നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ആരും അങ്ങോട്ടേക്ക് പോകരുത്, ആ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ പോകരുത്, അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. പ്രത്യേകിച്ച് ഈ ആന രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതോടുകൂടി കിണർ ഇടിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥല ഉടമ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമാണ്. കാരണം ഒരുപാട് കുടുംബങ്ങൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ജീവിക്കുന്നതാണ്. അവരുടെ എല്ലാം ഏക ജലസ്രോതസ്സാണിത്. ഇത് ഇത്തരത്തിൽ ഈ ആനയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പൊളിച്ചു മാറ്റി അല്ലെങ്കിൽ മണ്ണിടിച്ചു കഴിഞ്ഞാൽ അത് നവീകരിക്കുന്നതിനുള്ള തുക ഉറപ്പായും നൽകേണ്ട ഉത്തരവാദിത്വം വനവകുപ്പിനുണ്ട്. ആ തുക ലഭിക്കാതെ ഈ രക്ഷാപ്രവർത്തനത്തിന് അനുവദിക്കില്ല, അങ്ങോട്ടേക്ക് JCB കയറ്റാൻ അനുവദിക്കില്ല എന്നവർ പറയുന്നത്. അതൊരു സ്വാഭാവിക നടപടി അല്ലെങ്കിൽ സ്വാഭാവിക പ്രതിഷേധം മാത്രമായി നമ്മൾ കണ്ടാൽ മതി. വനവകുപ്പിന്റെ ഭാഗത്ത് കൃത്യമായ ഇടപെടൽ വേണം. ഇവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് അനിവാര്യമാണ്. കാരണം ഇത്രയും നാൾ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും വനവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. ഇങ്ങനൊരു പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവരുടെ സ്ഥലത്തേക്ക് എത്തി അവരുടെ സ്ഥലങ്ങൾ ഇടിച്ചു കളയുന്നത് അത് എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം 25-ലധികം വരുന്ന കുടുംബങ്ങളുടെ ഏക ജലസ്രോതസ്സിലാണ് ഈ ആന വീണ് കിടക്കുന്നത്. ഈ നിലവിൽ RDOയുടെ നേതൃത്വത്തിൽ ചർച്ച പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏറ്റവും പ്രധാനമായി ഉയരുന്ന ആവശ്യം, ഈ ആന ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് ഇവിടെ ജനപ്രതിനിധികളുണ്ട്. ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് എന്താണ് നിലവിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഞാൻ തൊട്ടടുത്ത പഞ്ചായത്തിലെ മെമ്പറാണ്. ഇത് സ്ഥിരം നാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുരിതം തന്നെയാണ്. ഇതിന് എത്രയും വേഗം ഒരു പരിഹാരമാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ചർച്ച ചെയ്ത് നീട്ടിയിട്ട് കാര്യമില്ല. ഇതിനൊരു പരിഹാരം തന്നെയാണ് വേണ്ടത്.
ഈ സ്ഥിരമായി പരാതികൾ നൽകാറുണ്ടോ ഈ വനവകുപ്പിന് ഈ ആനയുമായി ബന്ധപ്പെട്ട്? അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സ്ഥിരമായിട്ട് പരാതിയൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ ഇടപെടലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം ഫെൻസിങ് ഒക്കെ ഇടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലാണ്ട് ഒരു തീരുമാനം ഇതുവരെയൊന്നും ആയിട്ടില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ മറ്റൊരാളുണ്ട്, നേരത്തെ ഈ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇവരോട് പരാതി നൽകിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്? പ്രയോജനമില്ല, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ജനപ്രതിനിധികൾ ഒത്തിരി ഉണ്ട്, കോൺഗ്രസിന്റെ, കമ്മ്യൂണിസ്റ്റിന്റെ, BJP ഉണ്ട്. അവരോട് പറഞ്ഞില്ലെങ്കിൽ ഫോറസ്റ്റ് കേന്ദ്രത്തിന്റെ ഞങ്ങൾ നോക്കി എടുക്കൂല. എന്നെ ഈ കാട്ടാൻ 2 പ്രാവശ്യത്തിൽ എറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും ഈ ഫോറസ്റ്റുകാർ ആരും ഇവിടെ വന്നില്ല. ഇന്ന് കേരളത്തിലുള്ള എല്ലാ ഫോറസ്റ്റുകാരും ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനുവേണ്ടി വന്നു? അവർക്ക് കണക്കുണ്ടാക്കി എടുക്കാൻ വേണ്ടി. പ്രായമായ അപ്പൻ, അമ്മ, അവരുടെ വരുമാനം ടാപ്പിംഗ് തൊഴിലാളിയാണ്. അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ടാണ് ഒരു കുടുംബം ജീവിക്കുന്നത്. അദ്ദേഹം ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന വന്ന് ആക്രമിക്കുന്നത്. അതിനുശേഷം ഉണ്ടായ മെഡിക്കൽ ട്രീറ്റ്മെന്റും അതിനുള്ള എക്സ്പെൻസും വരെ കൊടുക്കാൻ, ഒരു ഫസ്റ്റ് എയ്ഡ് വരെയും കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഗവൺമെന്റിനെ കുറ്റം പറയുന്നതല്ല, ഈ ഡിപ്പാർട്ട്മെന്റ് എങ്കിലും ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. ഈ ജനങ്ങൾ ഇതുപോലെ പ്രതികരിക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. എനിക്കിത് പറ്റിയപ്പോൾ ഇവർ 2 ഫോറസ്റ്റ് എന്റെ വീട്ടിൽ വരികയായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 10-50 ഫോറസ്റ്റുകാരുണ്ടല്ലോ ഇവിടെ. എവിടുന്ന് വന്നു ഇവരെവിടുന്ന് വന്നു? എനിക്ക് പറ്റിയപ്പോൾ ഇവര് ആരെങ്കിലും വരെ വരാറുന്നല്ലോ, വന്നില്ല. കാരണം എന്നാ? ഇതാണ് ജനങ്ങളുടെ ഒരു സ്വാഭാവിക പ്രതിഷേധമാണ്. ഇദ്ദേഹത്തിന് നേരത്തെ കാട്ടാന ആക്രമണം ഉണ്ടായി. അപ്പോൾ ഒരു തരത്തിലുള്ള ഇടപെടലും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായി അവരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രതിഷേധം മാത്രമായി കാണാം. എന്തായാലും 10 മണിക്കൂർ പിന്നിടുന്നു. ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇനി അടിയന്തര ഇടപെടൽ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അതല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന പ്രതികരണം. ആ മേഖലയിൽ രക്ഷാദൗത്യത്തിന് വനം വകുപ്പ് ഒരുങ്ങുന്നു എന്ന സൂചനയുണ്ട്. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കര കയറുമ്പോൾ ആന അക്രമാസക്തനാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ജനങ്ങളോട് ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് നടപ്പായിട്ടില്ല. ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വനം വകുപ്പ് രക്ഷാദൗത്യത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ആനയെ മയക്കുവെടി വെച്ച് മാറ്റണം എന്നാണ് എൽദോസ് കുന്നപ്പള്ളി MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ട്, ജസ്ന തിരോധാന കേസിൽ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന് തിരുവനന്തപുരം CJM കോടതി. ജസ്നയുടെ പിതാവിൻ്റെ ഹർജിയിലാണ് ഈ നിർദ്ദേശം. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണം എന്ന് കോടതി ഒരു തീരുമാനമെടുക്കാനിടയായ സാഹചര്യം എന്താണ്? വിജയകുമാർ, ഈ CBI അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജസ്നയുടെ പിതാവ് തിരുവനന്തപുരം CJM കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്ത. ഹർജിയിൽ ഈ CBI ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ജസ്നയുടെ പിതാവ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ജസ്നയ്ക്ക് ഗർഭലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും കേസ് പരിഗണിച്ചത്. ആ കേസ് പരിഗണിച്ച വേളയിലാണ് CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ തിരുവനന്തപുരം CJM കോടതി നൽകിയിരിക്കുന്നത്. കോടതിയിൽ നേരിട്ട് CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ വിശദീകരണം നൽകണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രം CBI പരിശോധിച്ചില്ലെന്ന് ഹർജിക്കാരൻ എന്നും ഈ കോടതിയിൽ ആരോപിച്ചു. വസ്ത്രം കണ്ടെടുത്തിട്ടില്ലെന്ന CBI അഭിഭാഷകനും ഇക്കാര്യത്തിൽ മറുവാദം ഉന്നയിച്ചു. ഇതിലടക്കം വിശദീകരണം നൽകാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിജയകുമാർ. തിരുവനന്തപുരം CJM കോടതി ജസ്നയുടെ പിതാവിൻ്റെ ഹർജിയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിലെ പാളിച്ചകൾ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജസ്നയുടെ പിതാവ് കോടതിയെ സമീപിച്ചത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.